വാർത്തകൾ തുടരുന്നു. വണ്ടൂർ ഉപജില്ലാ കലോത്സവം അവസാന ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആതിഥേയരായ വാണിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നേറ്റം തുടരുന്നു. UP ഹൈസ്കൂൾ വിഭാഗത്തിൽ തിരുവാലി GHSS മുന്നിട്ട് നിൽക്കുകയാണ്. LP വിഭാഗത്തിൽ GLPS തിരുവാലി ഓവറോൾ കിരീടം ഉറപ്പിച്ച മട്ടാണ്. ഉപജില്ലാ കലോത്സവം നാളെ സമാപിക്കാനിരിക്കെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആതിഥേയരായ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാണിയമ്പലം 28 പോയിന്റോടെ മുന്നേറ്റം തുടരുകയാണ്. 23 പോയിന്റോടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവാലി തൊട്ടുപിന്നിലുണ്ട്. 64 മത്സരങ്ങൾ ഉള്ള ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 12 മത്സരങ്ങൾ പൂർത്തിയായപ്പോഴുള്ള ഫലമാണ് ഇത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 54 മത്സരങ്ങളുള്ളതിൽ 13 മത്സരങ്ങളുടെ ഫലം വരുമ്പോൾ 36 പോയിന്റോടെ ഗവൺമെന്റ് ഹൈസ്കൂൾ തിരുവാലി മുന്നിട്ട് നിൽക്കുന്നു. കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 26 പോയിന്റോടെ രണ്ടാം സ്ഥാനത്തുണ്ട്. UP വിഭാഗത്തിൽ GHSS തിരുവാലി, ചെറുകോട് KMM-AUP സ്കൂൾ, GLPS ചടങ്ങാംകുളം എന്നീ വിദ്യാലയങ്ങൾ 10 പോയിന്റ് വീതം നേടി ഒപ്പത്തിനൊപ്പം തുടരുകയാണ്. 30 മത്സരത്തിൽ 5 എണ്ണം പൂർത്തിയായപ്പോഴുള്ള ഫലമാണിത്. LP വിഭാഗത്തിൽ 16 മത്സരങ്ങളുള്ളതിൽ 8 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 23 പോയിന്റോടെ GLPS തിരുവാലി മുന്നിട്ട് നിൽക്കുന്നു. 15 പോയിന്റോടെ വാണിയമ്പലം CKAGLP സ്കൂൾ രണ്ടാം സ്ഥാനത്തുണ്ട്. വണ്ടൂർ ഉപജില്ലാ കലോത്സവത്തിൽ അറബി സംസ്കൃതം കലോത്സവങ്ങൾ പൂർത്തിയായി. അറബിക് കലോത്സവത്തിൽ LP വിഭാഗത്തിൽ GPS അഞ്ചച്ചവടിയും, UP വിഭാഗത്തിൽ DNO UPS കരുവാരക്കുണ്ടും, ഹൈസ്കൂൾ വിഭാഗത്തിൽ GHSS കരുവാരക്കുണ്ടും ജേതാക്കളായി. സംസ്കൃത കലോത്സവത്തിൽ UP വിഭാഗത്തിൽ കാപ്പിൽ SVIAUP സ്കൂൾ, ഹൈസ്കൂൾ വിഭാഗത്തിൽ GGYHSS വണ്ടൂരും ഓവറോൾ ജേതാക്കളായി. അറബി കലോത്സവത്തിൽ LP വിഭാഗത്തിൽ 37 പോയിന്റോടെ അഞ്ചച്ചവടി GUP സ്കൂൾ ഓവറോൾ കരസ്ഥമാക്കി. 29 പോയിന്റ് നേടി തൂർ GLPS രണ്ടാം സ്ഥാനത്തെത്തി. UP വിഭാഗത്തിൽ 57 പോയിന്റോടെയാണ് കരുവാരകുണ്ട് DNO UP സ്കൂൾ ഓവറോൾ ജേതാക്കളായത്. ചെറുകോട് KMM-AUP സ്കൂൾ 53 പോയിന്റോടെ രണ്ടാം സ്ഥാനത്തെത്തി. ഹൈസ്കൂൾ വിഭാഗത്തിൽ 78 പോയിന്റോടെ കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ കരസ്ഥമാക്കി. ഏറിയാട് WK ഹയർ സെക്കൻഡറി സ്കൂൾ 75 പോയിന്റോടെ രണ്ടാം സ്ഥാനത്തെത്തി. സംസ്കൃതോത്സവത്തിൽ 55 പോയിന്റ് നേടി കാപ്പിൽ SPAUP സ്കൂൾ ഓവറോൾ ജേതാക്കളായപ്പോൾ പോരൂർ AUP സ്കൂൾ 47 പോയിന്റോടെ രണ്ടാം സ്ഥാനത്തെത്തി. ഹൈസ്കൂൾ വിഭാഗത്തിൽ 45 പോയിന്റോടെ വണ്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ കരസ്ഥമാക്കി. 41 പോയിന്റോടെ CHSS അടയ്ക്കാകുണ്ട് രണ്ടാം സ്ഥാനത്തെത്തി. UP വിഭാഗം നാടക മത്സരത്തിൽ മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച് വിധികർത്താക്കളുടെ അഭിനന്ദനത്തിന് അർഹയായിരിക്കുകയാണ് 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഞ്ജന T. നീലാഞ്ചേരി ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥിയായ അഞ്ജനയെയാണ് UP വിഭാഗം നാടക മത്സരത്തിൽ മികച്ച നടിയായി തെരഞ്ഞെടുത്തത്. അഞ്ചാം ക്ലാസ് മുതൽ അഭിനയരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന T. അഞ്ജന ഏലിയാമ്മ എന്ന നാടകത്തിലെ കേന്ദ്ര കഥാപാത്രമായ 58 വയസ്സുകാരിയായ ഏലിയാമ്മയെ അഭിനയിച്ചുകൊണ്ടാണ് മികച്ച നടിക്കുള്ള അംഗീകാരം നേടിയെടുത്തത്. നീലാഞ്ചേരിയിലെ ഓട്ടോ ഡ്രൈവറായ ശശികുമാർ, ഉഷ ദമ്പതികളുടെ 2 മക്കളിൽ ഇളയ മകളാണ് അഞ്ജന. 5 തുടങ്ങിയിട്ട് അന്ന് നാടകത്തിന് ഫസ്റ്റ് ഒക്കെ കിട്ടി. ജില്ലയിൽ സെക്കൻഡ്. ആദ്യം വേറെ ആയിരുന്നു, പിന്നെ പുതിയതാക്കി 4 ദിവസം പഠിച്ചിട്ട് ഞങ്ങള്. 5ാം ക്ലാസ് മുതൽ തന്നെ സബ് ജില്ലാ മത്സരങ്ങളിൽ നാടക മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ ജില്ലാതലത്തിൽ 2ാം സ്ഥാനം ലഭിച്ചിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഇമിണി ബല്യ ഒന്ന് എന്ന നാടകമാണ് അവതരിപ്പിച്ചത്. പഠനത്തിൽ മികവ് പുലർത്തുന്ന അഞ്ജനയ്ക്ക് വലുതാകുമ്പോൾ ചലച്ചിത്ര നടിയാവാനാണ് ആഗ്രഹം. ഈ ആഗ്രഹത്തിന് ഊർജം പകരുകയാണ് ഇപ്പോൾ തന്നെ ചില പ്രമുഖ സംവിധായകർ സിനിമയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കലാരംഗത്തോടൊപ്പം പഠനവും ഒരുമിച്ച് കൊണ്ടുപോകുവാനാണ് ഈ കൊച്ചുമിടുക്കിക്ക് ആഗ്രഹം. വണ്ടൂർ ഉപജില്ലാ കലോത്സവത്തിലെ 3ാം ദിവസമായ ഇന്ന് മുഖ്യ ആകർഷണം ക്ലാസിക്കൽ നൃത്തരൂപങ്ങളായിരുന്നു. നിറഞ്ഞ സദസ്സിലാണ് മിക്ക നൃത്തരൂപങ്ങളും അരങ്ങേറിയത്. ക്ലാസിക്കൽ നൃത്തരൂപങ്ങളിൽ മത്സരാർത്ഥികൾ മുഖത്ത് ഹാസ്യമോഹന ഭാവങ്ങൾ വിരിയിച്ചപ്പോൾ വേദികൾ
ജനസാഗരമായി. വേദി 1 വൈഡൂര്യത്തിൽ LP UP വിഭാഗം മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും അരങ്ങേറി. മൂന്നാം ദിവസമായ ചൊവ്വാഴ്ച വേദി 2 മരതകത്തിൽ ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെയും ഭരതനാട്യം, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം കുച്ചിപ്പുടി, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ കേരള നടനം എന്നിവ അരങ്ങേറി. വേദി 3 ഇന്ദ്രനീലത്തിൽ UP ഹയർ സെക്കൻഡറി സ്കൂൾ ബോയ്സ് ഗേൾസിന്റെ ഓട്ടംതുള്ളൽ മത്സരവും നടന്നു. സെവൻസ് ഫുട്ബോളിന്റെ മക്ക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മലപ്പുറത്ത് കാൽപന്ത് കളിയുടെ ആരവങ്ങൾ ഉയർന്നു തുടങ്ങി. അഖിലേന്ത്യാ മത്സരങ്ങൾക്കുള്ള ഒരുക്കങ്ങൾക്കൊപ്പം ജില്ലയിലെ ടീമുകൾ പങ്കെടുക്കുന്ന മിനി അഖിലേന്ത്യാ ടൂർണമെന്റുകൾക്കുള്ള ഒരുക്കങ്ങളും തുടങ്ങി. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ സെവൻസ് ടീമുകൾ ഉള്ളതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ടീമുകളും ജില്ലയിൽ തന്നെയാണുള്ളത്. മഴ നീണ്ടുനിന്നത് പ്രാദേശിക ടൂർണമെന്റുകൾ ഉൾപ്പെടെയുള്ള മുന്നൊരുക്ക കളികളെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെങ്കിലും അഖിലേന്ത്യാ ടൂർണമെന്റുകൾ മുടക്കം കൂടാതെ നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സെവൻസ് ഫുട്ബോളിന് വേഗതയും സൗന്ദര്യവും പകരുന്നതിന് വിദേശ താരങ്ങൾ ഉൾപ്പെടെയുള്ള അന്തർദേശീയ താരങ്ങൾ മൈതാനത്തിലിറങ്ങും. സുഡാൻ, നൈജീരിയ തുടങ്ങിയ പിന്നോക്കം നിൽക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കളിക്കാർക്ക് സെവൻസ് ഫുട്ബോൾ പ്രധാന വരുമാന മാർഗം കൂടിയാണ്. കളിക്കനുസരിച്ച് വരുമാനമായതിനാൽ വളരെ നന്നായി വിദേശ താരങ്ങൾ കളിക്കാൻ തയ്യാറാകുന്നതിനാൽ ടൂർണമെന്റുകൾക്ക് വീറും വാശിയും കൂടുകയും ചെയ്യും. 1000 മുതൽ 2000 രൂപ വരെ ഒരു കളിക്ക് പ്രതിഫലം പറ്റുന്നവർ ഉൾപ്പെടെ വിദേശ താരങ്ങളുടെ കൂട്ടത്തിലുണ്ട്. സംസ്ഥാന ദേശീയ താരങ്ങൾക്കുള്ളതുപോലെ ഉള്ള വിലക്കില്ലാത്തതിനാൽ വിദേശ താരങ്ങൾ അഖിലേന്ത്യാ മത്സരങ്ങളിൽ ഇല്ലാത്ത ദിവസങ്ങളിലും പ്രാദേശിക ടൂർണമെന്റുകളിൽ വിവിധ ടീമുകൾക്ക് വേണ്ടിയും കളിച്ച് വരുമാനം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള 5 മാസം ജില്ലയിൽ മറ്റു വിനോദ പരിപാടികൾക്ക് സ്ഥാനമില്ല. പകലിൽ പലതരത്തിലുള്ള ജോലിയിൽ ഏർപ്പെടുന്നവർ ഉൾപ്പെടെയുള്ളവർക്ക് കൂടി കളി കാണുന്നതിന് സൗകര്യാർത്ഥം പ്രാദേശിക ടൂർണമെന്റുകൾ പോലും ഫ്ലഡ് ലൈറ്റ് സംവിധാനത്തിലാണ് സംഘടിപ്പിക്കുന്നത്. മമ്പാട്, വാണിയമ്പലം, അരീക്കോട്, എടവണ്ണ, കരുവാരക്കുണ്ട്, മേലാറ്റൂർ, പെരിന്തൽമണ്ണ, തിരൂരങ്ങാടി, മലപ്പുറം, കോട്ടക്കൽ, ചെമ്മാട്, വേങ്ങര, കൊട്ടപ്പുറം, മഞ്ചേരി, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, തൃശൂർ, എറണാകുളം ജില്ലകളിലുള്ള ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം, മെഡിഗാർഡ് അരീക്കോട്, ടൗൺ ടീം അരീക്കോട്, സബാൻ കോട്ടക്കൽ, KFC കാളികാവ്, ഫ്രണ്ട്സ് മമ്പാട്, ഫിഫ മഞ്ചേരി, വളാഞ്ചേരി തുടങ്ങിയ ടീമുകളാണ് ജില്ലയിലെ പ്രമുഖ ടീമുകൾ. സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും ടൂർണമെന്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ടൂർണമെന്റുകളുടെ വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കാതിരിക്കുന്നതിനാണ് പ്രധാനമായും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കാൽപന്ത് കളിക്ക് ഉയരുന്ന ആരവങ്ങൾ വെറുതെയല്ല. സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് മേളകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ ഏറിയ പങ്കും ചിലവിടുന്നത്. കാൽപന്ത് കളിയുടെ ആദ്യ വിസിലിന് കളിക്കമ്പക്കാർ ഇതിനോടകം തന്നെ ചെവി വട്ടം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്വകാര്യ വ്യക്തി ജലമൊഴുക്ക് തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് വരണ്ടുണങ്ങിയ കൃഷിയിടങ്ങളിലേക്ക് തടയണ കെട്ടി വെള്ളമെത്തിച്ചു. കരളായി പഞ്ചായത്തിലെ പള്ളിക്കുന്നിലാണ് DYFI തടയണ നിർമ്മിച്ച് ജലസേചനത്തിനും സൗകര്യമൊരുക്കിയത്. പള്ളിക്കുന്ന് റെഗുലേറ്റർ കം ബ്രിഡ്ജിനു സമീപമുള്ള സ്വകാര്യ വ്യക്തി പറമ്പിൽ റബ്ബർ തൈകൾ നട്ടതിനോടൊപ്പം വർഷങ്ങളായി പറമ്പിലൂടെ ഒഴുകിയിരുന്ന തോട്ടിലെ നീരൊഴുക്കും തടയുകയായിരുന്നു. സമീപത്തുള്ള കൃഷിയിടങ്ങളിലേക്കുള്ള നീരൊഴുക്കും ഇതോടെ നിലച്ചു. പള്ളിക്കുന്ന് പാടശേഖരത്തിലെ നെൽകൃഷിക്ക് വെള്ളം ലഭിക്കാതായതോടെ കർഷകർ ഗ്രാമപഞ്ചായത്ത്, വില്ലേജ് അധികൃതർ, ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. അപ്പോൾ ചില ആൾക്കാരൊക്കെ അത് വെള്ളം കിട്ടാത്ത കാരണത്താല പൂളത്തിലും റബ്ബർ വെക്കലും അതിനെ പ്രേരിപ്പിച്ചാൽ ഉണ്ടാക്കി ബുദ്ധിമുട്ട് കാണിച്ചു. ഞാനൊക്കെ പാട്ടത്തിന് ഇതിന് പാട്ടിറക്കും. ഞാൻ 5-8 കൊല്ലമായിട്ട് പാട്ടായിട്ട് ഇങ്ങനെ 8 കൊല്ലം ഞാൻ പാട്ടത്തിന് ഇറക്കും. അപ്പോൾ ഇവർക്ക് പാട്ടം കൊടുക്കുമ്പോൾ അത് വെള്ളം ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർ ചാക്ക് വളത്തിനാണെങ്കിൽ 850 ഉറുപ്പ്യാണ് ഇരിക്കുന്നത്. 850 ഉറുപ്പ്യ അവിടെ കൊടുത്തിട്ട് വണ്ടിക്കൂലിയും കൊടുത്ത് ഇവിടെ വെക്കുമ്പോൾ 900 ഉറുപ്പ്യ കഴിഞ്ഞാൽ അവിടെ അത് ഇട്ടിട്ട് വെള്ളമില്ലാതെ ഉണങ്ങി കട്ടോട്ടിട്ട് നടക്കുക പാടം. എത്രയോ അപേക്ഷകൾ കൊടുത്തു. ഇവിടെ ഉദ്യോഗസ്ഥന്മാർ വരും, ഇത് നോക്കും, കുഞ്ഞാപ്പം ഉണ്ടോ വെച്ച് ചായ കൊടുക്കും, എന്തെങ്കിലും കജ്ജ കൊടുക്കും. അങ്ങനെ മനസ്സിലാണത്. ഉദ്യോഗസ്ഥന്മാർ ഓരോ വന്നാടൊക്കെ ശരിയാക്കി പോകാന്നറിഞ്ഞാൽ ഒക്കെ കണക്കെടുത്ത് പോകും. പിന്നെ അതിനെപ്പറ്റി യാതൊരു പരിചയം. തോടിന് കുറുകെ നിർമ്മിക്കുന്ന ബ്രിഡ്ജ് കം റെഗുലേറ്റർ നിർമ്മാണവും പാതി വഴിയിൽ ഉപേക്ഷിച്ച അവസ്ഥയാണ്. ഇതോടെ ദുരിതത്തിലായ കർഷകരെ സഹായിക്കുന്നതിനാണ് പള്ളിക്കെട്ട് വലിയ അണക്കെട്ടിന് സമീപം തടയണ നിർമ്മിച്ച് വെള്ളം കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിർമ്മാണ പ്രവർത്തികൾ DYFI പഞ്ചായത്ത് സെക്രട്ടറി A. അസൈനാർ, ബാലൻ, ഗിരീഷ്, കർഷകരായ മുഹമ്മദ് സീദി, സാറാ ഉമ എന്നിവർ നേതൃത്വം നൽകി. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ രക്ഷകർതൃ സംഗമം അമരമ്പലം പഞ്ചായത്തിൽ നടത്തി. ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പ്രതീക്ഷാ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. അമരമ്പലം, ചോക്കാട് പഞ്ചായത്തുകളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചോക്കാട് പഞ്ചായത്തിലെ അംഗൻവാടി ജീവനക്കാർ നടത്തിയ കണക്കെടുപ്പിൽ 15 വയസ്സിന് താഴെയുള്ള മാനസിക വൈകല്യം നേരിടുന്ന 113 കുട്ടികളെ കണ്ടെത്തിയിരുന്നു. പഞ്ചായത്തുകളിൽ ഇത്തരത്തിലുള്ള കുട്ടികളുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് ജില്ലാ പഞ്ചായത്ത് പ്രതീക്ഷാ പദ്ധതി നടപ്പിലാക്കിയത്.
ചോക്കാട് പഞ്ചായത്തിലെ പ്രതീക്ഷാ പദ്ധതിയുടെ രക്ഷകർത്തൃ സംഗമം ചോക്കാട് മദ്രസയിൽ നടന്നു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ വി പി മുജീബ് റഹ്മാൻ, ആനിക്കോട്ടിൽ ഉണ്ണികൃഷ്ണൻ, എം സലീന, സി ഷൌക്കത്ത്, വി പി മുജീബ് റഹ്മാൻ എന്നിവർ പ്രസംഗിച്ചു. കെ എം ബഷീർ, BRC അധ്യാപകരായ ദിവ്യ, ശൈലജ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. പൂക്കോട്ടുംപാടത്ത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായി മലപ്പുറത്തിന്റെ കൂട്ടായ്മയായ പരസ്പരം അമരമ്പലം പഞ്ചായത്ത് ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് NM ബഷീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് തനുജ ആദവനാട് അധ്യക്ഷത വഹിച്ചു. IMA ANS പ്രതിനിധി KM ബഷീർ പരിപാടി വിശദീകരിച്ചു. VK അബ്ദു, PV കരുണാകരൻ, ബാലസുബ്രഹ്മണ്യൻ, ഖദീജ, നസീറ, HI മുഹമ്മദ് അലി എന്നിവർ പ്രസംഗിച്ചു. KDS സൂപ്പർവൈസർ സ്വപ്ന സ്വാഗതവും JHI ഗിരീഷ് നന്ദിയും പറഞ്ഞു. കരുളായി കിണറ്റിങ്ങൽ കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മാതൃകയാകുന്നു. കരുളായി KM ഹൈസ്കൂളിൽ നടക്കുന്ന സബ് ജില്ലാ കായികമേളയിൽ പങ്കെടുക്കുന്ന ഓരോ കുട്ടികൾക്കും കുടിവെള്ളമൊരുക്കി മാതൃകയാവുകയാണ് ഈ യുവാക്കൾ. കരുളായി KM ഹൈസ്കൂളിൽ നടക്കുന്ന നിലമ്പൂർ ഉപജില്ലാ കായികമേളയ്ക്ക് എല്ലാവിധ സഹായങ്ങളും നൽകി CITU പ്രവർത്തകർ മേളയുടെ 2ാം ദിവസവും നിറസാന്നിധ്യമായി. വരും ദിവസവും തങ്ങൾ സജീവമായി തന്നെ ഉണ്ടാവുമെന്ന് ഇവർ അറിയിച്ചു. പ്രവർത്തനങ്ങൾക്ക് ഓട്ടോ തൊഴിലാളികളായ നാസർ, ഹനീഫ, മജീദ്, മുനീർ എന്നിവർ നേതൃത്വം നൽകി. നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ നേസയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 24-ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 9495253603, 9605209809. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പൊന്നിൽ തീർത്ത ബന്ധം ജോസ് ആലുകാസ്. സ്വർണം ഗ്രാമിന് 2660 രൂപ, പവന് 21,280 രൂപ, വെള്ളി ഗ്രാമിന് 56. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് പൊന്നിൽ തീർത്ത ബന്ധം ജോസ് ആലുകാസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 5 അംഗ അന്തർജില്ലാ കവർച്ചാ സംഘം വണ്ടൂർ പോലീസിന്റെ പിടിയിൽ. 1 വർഷത്തിനുള്ളിൽ ഇവർ കവർച്ച നടത്തിയത് 15 ലക്ഷം രൂപ വില മതിക്കുന്ന റബ്ബർ ഷീറ്റും 2000 കിലോ കൊട്ടടക്കയും 310 കിലോ കുരുമുളകും. വന്യമൃഗശല്യത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കാൻ കർഷക കോൺഗ്രസിന്റെ ആലോചനാ യോഗം. യോഗം നടന്നത് കരുളായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ. വണ്ടൂർ ഉപജില്ലാ കലോത്സവം അവസാന ദിവസങ്ങളിലേക്ക്. അറബിക് സംസ്കൃതം കലോത്സവം സമാപിച്ചു. ഇനി കാൽപന്ത് കളിയുടെ കാലം. സെവൻസ് ഫുട്ബോളിന്റെ മക്ക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മലപ്പുറത്ത് കാൽപന്ത് കളിയുടെ ആരവങ്ങൾ ഉയർന്നു തുടങ്ങിയതോടെ മലയോര മേഖല മിനി അഖിലേന്ത്യാ ടൂർണമെന്റുകൾക്കുള്ള ഒരുക്കങ്ങളുടെ തിരക്കിലേക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.